നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം
കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 83-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു ക്ലാസ് കഴിഞ്ഞു, അത് തുടരുകയാണ്. സമന്ത പഞ്ചക തീർത്ഥാടന കാലത്ത് ദ്രൗപദിയും ഭഗവാന്റെ പത്നിമാരുമായിട്ടുണ്ടായ ഒരു സമാഗമം, ഭഗവാന്റെ പത്നിമാരുടെ വിവാഹവും അവർ ഭഗവാനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യവും ദ്രൗപദിയോട് പങ്കുവെക്കുന്നതായിട്ടുള്ള ഒരു സംവാദം അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിക്കാം, വായിച്ചിട്ട് തുടരാം. ആദ്യത്തെ 10 ശ്ലോകമാണ് ഇന്നലെ എടുത്തത്, അതും തുടർന്നും കുറച്ച് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 83-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. തഥാനുഗൃഹ്യ ഭഗവാൻ ഗോപീനാം സ ഗുരുർഗതിഃ യുധിഷ്ഠിരമഥാ പൃച്ഛത് സർവാംശ്ച സുഹൃതോऽവ്യയം. തയേവം ലോകനാഥേന പരിപൃഷ്ടാः സുസത്കൃതാः പ്രത്യൂജുർഹൃഷ്ടമനസഃ തൽപാദേക്ഷാ അഹതാം ഹസഃ. കുതോ ശിവം ത്വച്ചരണംബുജാസവം മഹന്മനസ്തോ മുഖനിസൃതം ക്വചിത് പിബന്തി യേ കർണപുടൈരലം പ്രഭോ ദേഹം മൃതാം ദേഹകൃതസ്മൃതിച്ഛിതം. ഹിത്വാത്മധാമവിദുതാത്മകൃതത്ര്യവസ്ഥം ആനന്ദസംപ്ലവമഖണ്ഡമകുണ്ഡബോധം കാലോപസൃഷ്ടനിഗമാവന ആത്തയോഗമായാകൃതിം പരമഹംസഗതിം നതാസ്മ. ഋഷിരുവാച. ഇത്യുത്തമശ്ലോകശിഖാമണിം ജനേഷ്വഭിഷ്ടുവൽ സ്വന്തകൗരവസ്ത്രിയഃ സമേത്യ ഗോവിന്ദകഥാമിതോ ഗൃണൻ ത്രിലോകഗീതാ ശൃണുവർണ്ണയാമി തേ. ദ്രൗപദ്യുവാച. ഹേ വൈദർഭ്യച്യുതോ ഭദ്രേ ഹേ ജാംബവതി കൗസലേ ഹേ സത്യഭാമേ കാളിന്ദി ശൈബ്യേ രോഹിണി ലക്ഷ്മണേ ഹേ കൃഷ്ണപത്ന്യഃ ഏതന്നോ ബ്രൂതവോ ഭഗവാൻ സ്വയം ഉപയമേ യഥാ ലോകം അനുകുർവൻ സ്വമായയാ. രുക്മിണ്യുവാച. ചൈദ്യായമാർപ്പയിതുമുദ്യതകാർമുകേഷു രാജസ്വജേയബടശേഖരിതാംഗ്രിരേണുഃ നിന്നേ മൃഗേന്ദ്രൈവ ഭാഗമചാവിയൂതാത് തത്ശ്രീനികേതചരണോസ്തു മമാർച്ചനായ. സത്യഭാമോവാച. യോ മേ സനാഭിവദതപ്തഹൃദാ തതേന ലിപ്താഭിശാപമപമാർഷ്ടുമുപാജഹാര. ജിത്വർക്ഷരാജമദ രത്നമദാത്സതേന ഭീതപിതാദിശതമാം പ്രഭവേപി ദത്താം. ജാംബവത്യുവാച. പ്രാജ്ഞായ ദേഹകൃതമും നിജനാദദേവം സീതാപതിം തൃണവഹാന്യമുനാഭ്യയുധ്യത്
ജ്ഞാത്വാ പരീക്ഷിത ഉപാഹരദർഹണം മാം പാദൗ പ്രഗൃഹ്യ മണിനാഹം അമുഷ്യദാസി. കാളിന്ത്യുവാച തപശ്ചരന്തീമാജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യാഗ്രഹീത് പാണിം ദ്യോഹം തദ്ഗൃഹമാർജനീ. മിത്രവിന്ദോവാച യോ മാം സ്വയംവര ഉപേത്യ വിചിത്യ ഭൂവാൻ നിന്നേശ്വയൂതകമിവാത്മബലിം ദ്വിബാരിഹി. ഭ്രാതൃംശ്ച മേ അപകുരുതഃ സ്വപുരം ശ്രിയൗഗഃ തസ്യാസ്തു മേനുഭവമംഗ്ര്യവനേജനത്വം. സത്യോവാച സപ്തോക്ഷണോതിബലവീര്യസുതീക്ഷ്ണശൃംഗാൻ പിത്രാകൃതാൻ ക്ഷിതിപവീര്യപരീക്ഷണായ താൻ വീരദുർമദഹനസ്തരസാ നിഗൃഹ്യ ക്രീഡൻ ബബന്ധഃ തദാ യദാ ശിശവോജതോകാൻ. യയിത്തം വീര്യശുൽകാം മാം ദാസീഭിശ്ചതുരംഗിണീം പതിനിർജിത്യ രാജന്യാൻ നിന്നേ തദ്ദാസ്യമസ്തു മേ. ഭദ്രോവാച പിതാ മേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ തച്ചിത്താം അക്ഷൗഹിണ്യാ സഖീജനൈഃ. അസ്യ മേ പാദസംസ്പർശോ ഭവേജ്ജന്മനി ജന്മനി കർമ്മഭിർഭ്രാമ്യമാണായേന തച്ഛ്രേയ ആത്മനഃ. ലക്ഷ്മണോവാച മമാഭിരാജ്ഞ്യച്യുതജന്മകർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഃ. ചിത്തം മുകുന്ദേ കില പദ്മഹസ്തയാവൃതഃ സുസംമൃശ്യ വിഹായ ലോകപാൻ. ജ്ഞാത്വാ മമ മതം സാധ്വീ പിതാ ദുഹിതൃവത്സലഃ ബൃഹൽസേന ഇതി ഖ്യാതഃ തത്രോപായമചീകരത്. യഥാ സ്വയംവരേ രാജ്ഞീ മത്സ്യഃ പാർത്ഥേപ്സയാ കൃതഃ അയം തു ബഹിരാച്ഛന്നോ ദൃശ്യത്തെ സജലേ പരം. ശ്രുത്വൈതത്സർവതോ ഭൂപാഃ ആയയുർമത്പിതുഃ പുരം. സർവാസ്ത്രശസ്ത്രതത്ത്വജ്ഞാഃ സോപാധ്യായാ സഹസ്രശഃ പിത്രാ സംപൂജിതാ സർവേ യദാ വീര്യം യദാ വയഃ ആദദുസ്സശരം ചാപം വേദ്ധും വർഷതി മദ്യഃ. ആദായ വ്യസൃജൻ കേചിത് സജ്യം കർത്തുമനീശ്വരാഃ ആകോടിജ്യാം സമുൽകൃഷ്യ പേതുരേകേ യമുനാഹതാഃ. സജ്യം കൃത്വാ പരേ വീരാമാഗതാംബഷ്ടചേതിപാഃ ഭീമോ ദുര്യോധനം കർണോ നാവിന്ദൻ തദവസ്ഥിതിം. മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാ ച തദവസ്ഥിതിം പാർത്ഥോ യത്തോ സൃജദ്ബാണം നാച്ഛിനത്പസ്പൃശേ പരം. രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ ധനുരാദായ സജ്യം കൃത്വാ ദലീലയാ. തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സകൃജ്ജലേ ചിത്വേഷുണാപാദയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതി. ദിവി ദുന്ദുഭയോ നേതുഃ ജയശബ്ദയുതാ ഭുവി ദേവാശ്ച കുസുമാസാരാന്മുമുജുർഹർഷവിഹ്വലാഃ. തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ കപരീധൃതസ്രകം. ഉന്നീയ വക്ത്രമുരുകുന്തളകുണ്ടലത്യുദ്ഗണ്ഡസ്ഥലം ശിശിരഹാസ കടാക്ഷമോക്ഷൈഃ. രാജ്ഞോ നിരീക്ഷ പരിതഃ ശനകൈർമുരാരേഃ അംസേനുരക്തഹൃദയാ നിദധേ സ്വമാലാം. താവന്മൃദംഗപടഃ ശംഖഭേര്യാനകാദയഃ നിനേതുർനടനർത്തക്യോ നൃദുർഗായകാ ജഗുഃ. ഏവം ഹൃദേ ഭഗവതി മയേശേ നൃപയൂതപാഃ ന സേഹിരേ യാജ്ഞസേനി സ്പർദ്ധന്തോ ഹൃച്ഛയാതുരാഃ. മാം താവത് രഥമാരോപ്യ ഹയരത്നചതുഷ്ടയം ശാർംഗമുദ്യമ്യ സന്നദ്ധഃ തസ്ഥൗ ആജൗ ചതുർഭുജഃ. ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ. തേന്ന സജ്ജന്തരാജന്യാഃ നിഷേദ്ധും പതി കേചന സംയത്താ ഉദ്ധൃതേശ്വാസാ ഗ്രാമസിംഹായതാ ഹരിം. തേഷാർഗച്യുതബാണൗഗൈഃ കൃത്തബാഹ്വംഗ്രികന്ധരാഃ
നിപേതുഃ പ്രധനേ കേചിത് ഏകേ സന്ത്യജ്യ ദുദ്രുവുഃ തതഃ പുരീം യദുപതിരത്യലങ്കൃതാം രവിച്ഛതദ്വജപടചിത്രതോരണാം കുശസ്ഥലീം ദിവി ഭുവി ചാപി സംസ്തുതാം സമാവിശത്തരണിനിവ സ്വകേതനം. പിതാ മേ പൂജയാമാസ സുഹൃൽ സംബന്ധി ബാന്ധവാൻ മഹാർഹമാസോലങ്കാരൈഃ ശയ്യാസനപരിച്ഛദൈഃ ദാസീഭിഃ സർവസമ്പദ്ഭിഃ ബഡേ ഭരതവാജിഭിഃ ആയുധാനി മഹാർഹാണി ദദൗ പൂർണ്ണസ്യ ഭക്തിദഃ ആത്മാ രാമസ്യ തസ്യേമാ വയം വൈ ഗൃഹദാസികാഃ സർവസംഗനിവൃത്യാദ്ധാ തപസാ ച ബഭൂവിമാം महिष्य ऊजुः भौमं निहत्य सगणं युदितेन रुद्धाः ज्ञात्वादनक्षितिजयेजितराजकन्याः निर्मुच्य संसृति विमोक्षमनुस्मरन्तीः पादाम्बुजं परिणिनाय य आप्तकामः न वयं साध्वि साम्राज्यं स्वराज्यं भौज्यमप्युत वैराज्यं पारमेष्ठ्यं च आनन्द्यं वा हरेः पदम् कामयामः एतस्य श्रीमत्पादरजश्रियः कुचकुङ्कुमगन्धाढ्यं मूर्ध्ना वोढुं गदावृतः व्रजस्त्रियो यद्वाञ्छन्ति पुलिन्द्यः तृणवीरुदः गावश्चारयतो गोपाः पादस्पर्शं महात्मनः. हरि ओम. श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे 83तमोऽध्यायः. सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द. नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധം 83-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 82, 83, 84 അധ്യായങ്ങളിലായിട്ട് ഭഗവാന്റെ നേതൃത്വത്തിൽ ദ്വാരകയിൽ നിന്ന് ഒരു സൂര്യഗ്രഹണ കാലത്ത് സമന്ത പഞ്ചക തീർത്ഥത്തിൽ സ്നാനത്തിനും മറ്റുമായിട്ട് വന്നതും അവിടെ വച്ച് എല്ലാ രാജാക്കന്മാരെയും കാണുന്നു. ആ കൂട്ടത്തിൽ പാണ്ഡവന്മാരെയും ഗോകുലവാസികളായ നന്ദഗോപാദികളെയും കാണുന്നതുമായിട്ടുള്ള, അതുപോലെ അത് കഴിഞ്ഞ് പിന്നീട് ഋഷിമുനിമാരുമായിട്ടുള്ള സത്സംഗം ഉണ്ട്. അത് അടുത്ത അധ്യായത്തിൽ വരും. അപ്പം ഇങ്ങനെ വലിയൊരു സമാഗമമാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ വിശേഷിച്ച് ഈ അധ്യായത്തിൽ പാണ്ഡവ പത്നിയായ ദ്രൗപദി കൃഷ്ണപത്നിമാരോട് സ്വകാര്യമായിട്ട് വന്ന് സമ്മേളിച്ച് അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ വിവാഹം എങ്ങനെയൊക്കെയാണ് നടന്നത്? അല്ലയോ വൈദർഭി, ഭദ്രേ, ജാംബവതി, കൗസലേ, സത്യഭാമേ, കാളിന്തി, ശൈബ്യേ, രോഹിണി, ലക്ഷ്മണേ, അല്ലയോ കൃഷ്ണപത്നിമാരെ, ഏതന്നോ ബ്രൂത, ഈ കാര്യം ഒന്ന് പറഞ്ഞു തരൂ. ആ ഭഗവാൻ അച്യുത സ്വയം ഉപയമേ, ഭഗവാൻ വന്ന് സ്വയം നിങ്ങളെ ഉപയമിക്കുകയാണോ ഉണ്ടായത്? ലോകം അനുകുറുവൻ സ്വമായ, ലോകത്തെ അനുകരിച്ചുകൊണ്ട് തൻ്റെ മായ കൊണ്ട് അങ്ങ് തന്നെ വന്ന് നിങ്ങളെ വിവാഹം ചെയ്യുകയാണോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അതിന് അവർ ഓരോരുത്തരായി മറുപടി. ആദ്യം രുക്മിണി, പിന്നെ സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, അത് കഴിഞ്ഞ് ലക്ഷ്മണ, പിന്നീട് രാജപത്നിമാര്, കൃഷ്ണപത്നിമാര്, എല്ലാവരും വരി വരിയായിട്ട് മറുപടി പറയുകയാണ്.
അതിൽ നമ്മൾ രുക്മിണി, സത്യഭാമ, ജാമ്പവതി ഈ 3 പേരുടെ മറുപടി ഇന്നലെ കണ്ടു. രുക്മിണി പറഞ്ഞു, ആ ചേതി രാജാവായ ശിശുപാലന് എന്നെ എൻ്റെ ജ്യേഷ്ഠനും അച്ഛനും കൂടി അർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ വിവാഹ സന്ദർഭത്തിൽ അനേക രാജാക്കന്മാർ വില്ലു കുലച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ വീരന്മാരുടെയും ശിരസിൽ പാദം വച്ചിരിക്കുന്നവനായ ഭഗവാൻ ഒരു സിംഹം എങ്ങനെയാണോ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അതിൻ്റെ ഭാഗത്തെ അതിനിഷ്ടമുള്ള ആടിനെ കൊണ്ടുപോകുന്നത്, അതുപോലെ എന്നെ ആ രാജാക്കന്മാരുടെ നടുവിൽ നിന്ന് ബലാത്കാരേണ കൊണ്ടുപോയി ആ ശ്രീനിവാസന്റെ ചരണം എനിക്ക് അർച്ചനത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ, എനിക്കെന്നും പൂജിക്കാനായിക്കൊണ്ട് ആ ഭഗവാന്റെ പാദം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ദുഷ്ടന്മാരുടെ നടുവിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത ആ ഭഗവാൻ ഇപ്പോഴും തങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ആ ഭഗവാന്റെ പാദസേവ ചെയ്യാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു തുടങ്ങി. സത്യഭാമ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ അച്ഛൻ കൃഷ്ണൻ്റെ നേരെ കുറേ ദുഷ്പേര് ചാർത്തിക്കൊടുത്തു, ലിപ്ത അഭിശാപം. ആ അഭിശാപത്തെ മാർഷ്ടും അതിനെ നീക്കുവാനായിക്കൊണ്ട് ഭഗവാൻ പുറപ്പെട്ടു. അങ്ങനെ ഋക്ഷരാജനെ ജയിച്ച് ആ ഋക്ഷരാജനായ ജാമ്പവാൻ കൊടുത്ത രത്നത്തോടുകൂടി എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് കൊടുത്തപ്പോൾ ഭയപ്പെട്ടവനായ എൻ്റെ അച്ഛൻ എന്നെ മറ്റൊരാൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് പാലിക്കാതെ എന്നെ ആ പ്രഭുവായ ഭഗവാന് തന്നെ നൽകി ദാനം ചെയ്തു. അങ്ങനെ ഞാനും ഭഗവാനോട് ചേരാൻ ഭാഗ്യം ലഭിച്ചു എന്ന് സത്യഭാമയുടെ കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ജാമ്പവതി പറഞ്ഞു, ഈ എൻ്റെ ദേഹകൃത്തായ അച്ഛൻ, ദേഹകൃത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ, അപ്പം എനിക്ക് ദേഹം നൽകിയവനായ ആ അച്ഛൻ ജാമ്പവാൻ തൻ്റെ നാഥനായ ദേവനാണ്, ശ്രീരാമനാണ് എന്ന് പ്രാജ്ഞായ അറിയാതെ ആ സീതാപതിയെ തിരിച്ചറിയാതെ 27 ദിവസം നേരിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്തു. ആ പരീക്ഷിക്കപ്പെട്ട ജാമ്പവാൻ പിന്നീട് ജ്ഞാത്വ അറിഞ്ഞിട്ട് എന്നെയും എന്താ പറയുക പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് മണിയോടുകൂടെ മണിനാ അർഹണം മാം ഉപാഹരത്, മണിയോടുകൂടെ എന്നെ ഉപഹാരമായിട്ട് ദാനമായിട്ട് ചെയ്തു. അഹം അമുഷ്യദാസി, ഞാൻ ആ ഭഗവാന്റെ ദാസി മാത്രമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്പവതി തൻ്റെ വിവാഹ കഥയും തൻ്റെ ആ ഒരു ധന്യതയെയും അല്ലേ, ഇവരാരും ഒട്ടും ഫ്രസ്ട്രേറ്റഡ് അല്ല എന്ന് പറയുക അല്ലേ. ഇന്നത്തെ ഭാഷയാണ് സ്ത്രീകൾക്കൊക്കെ പറയാനുള്ളത്. ഞങ്ങളൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭർത്താക്കന്മാരെ കൊണ്ട് മതിയായി അല്ലേ, വിവാഹം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു. വിവാഹം കഴിച്ച ആ മുഹൂർത്തത്തെ ശപിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അവരൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ഈ ഭഗവാന്റെയും ഭഗവാന്റെ പത്നിമാരുടെയും ജീവിതം, അവരുടെ സ്നേഹം. ഒരിക്കൽ പോലും ആ ഭഗവത് പത്നിമാർ അവരെ ഭഗവാനെ വരിച്ചത് തെറ്റായിപ്പോയി, അബദ്ധമായി പോയി, വേണ്ടിക്കിടന്നിരുന്നില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് അവർക്കാർക്കും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ എന്താ ഇപ്പം ചെയ്യുക? സാധാരണ ഇന്നത്തെ തലമുറകൾ എന്താ ചെയ്യുക? അതിനാണ് നമ്മുടെ പൂർവികര് പറഞ്ഞു തന്നത് ഭർത്താവിനെ ഈശ്വര തുല്യനായിട്ട് കാണുക എന്ന്. അതൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മൾ പിന്തിരിപ്പന്മാരാവും അല്ലേ. ഭർത്താവിനെ ദേവനായി കാണുക, ഈശ്വരനായി കാണുക. അദ്ദേഹത്തിൽ കുറവുകൾ ധാരാളമായിട്ടുണ്ടാവും. ഇന്നത്തെ മനുഷ്യരല്ലേ, മനുഷ്യരാകുമ്പോൾ ധാരാളം കുറവുകൾ ഉണ്ടാവും. കുറവുകളൊക്കെ ഇരിക്കട്ടെ,
പക്ഷേ തൻ്റെ പ്രയോറിറ്റി ഈ കുറവുകളും നോക്കി കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് എന്നും ചണ്ട കൂടലല്ല. പിന്നെയോ നല്ലൊരു കുടുംബജീവിതം നിലനിർത്തുക, നല്ല സുരക്ഷിതമായിട്ടുള്ള സ്നേഹപൂർവമായിട്ടുള്ളൊരു ജീവിതം നിലനിർത്തുക. അതിന് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആവുന്നത് ശ്രമിക്കും. അതിന് ഞാൻ എൻ്റെ ജീവിതത്തെ ഈശ്വര ആരാധനയാക്കി മാറ്റും. എൻ്റെ ചുറ്റുമുള്ളവരെയൊക്കെ സ്നേഹിക്കും. അവരുടെ കുറവുകളെ നോക്കിക്കൊണ്ടേയിരിക്കില്ല. അതിനെ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയിട്ട് ഓരോന്നും എടുത്തെടുത്തെടുത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല. എല്ലാവർക്കും കുറവുള്ളവർ തന്നെയാണ്. നമ്മൾക്ക് നമ്മുടെ കുറവ് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ, അല്ലേ? ഓരോരുത്തർക്കും അവരവരുടെ കുറവ് കാണാൻ പറ്റില്ല. നമ്മളുടെ ഭാഗത്ത് നിന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ എല്ലാം ശരിയാണ്, ബാക്കിയുള്ളവർക്കാണ് എല്ലാ തെറ്റുകളും എന്ന് ന്യായീകരിച്ചു കൊണ്ടിരിക്കും. അത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും തെറ്റുകൾ പറ്റും. എല്ലാവരും കുറവുള്ളവരാണ്. എല്ലാവരും മനുഷ്യരാണ്. അവരുടേതായിട്ടുള്ള വീക്ക്നെസ്സുകൾ എല്ലാവർക്കും ഉണ്ടാകും. എങ്കിലും അവരുടെ കുറവുകൾ നോക്കിക്കൊണ്ടിരിക്കാതെ എന്തൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ളത്, എന്താണ് അവരിൽ നന്മയായിട്ടുള്ളത്, എന്തെല്ലാം കഴിവുകളാണ് അവർക്കുള്ളത്, ഏതെല്ലാം ഗുണങ്ങളാണ് അവർക്കുള്ളത്, അതിനെയൊക്കെ അറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൽ സംതൃപ്തയായിക്കൊണ്ട് സന്തോഷിച്ചുകൊണ്ട് മക്കളെയും സ്നേഹിച്ചുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ സുരക്ഷിതമാക്കിക്കൊണ്ട് ബന്ധുക്കളെയെല്ലാം ബഹുമാനിച്ചും സ്നേഹിച്ചും സഹായിച്ചും കൊണ്ട് അങ്ങനൊരു നല്ല കുടുംബജീവിതം ഞാൻ നയിക്കും എന്ന് ഓരോ പെൺകുട്ടികളെയും പഠിപ്പിക്കേണ്ടതാണ്. ആരാ പഠിപ്പിക്കേണ്ടത്? അച്ഛനമ്മമാർ തന്നെ പഠിപ്പിക്കണം. വേറെ നാട്ടുകാരല്ല പഠിപ്പിക്കേണ്ടത്. അച്ഛനമ്മമാർ കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണം. അച്ഛനമ്മമാർ തമ്മിൽ വഴക്കില്ലാതെയും സ്നേഹത്തോടു കൂടിയും പെരുമാറുന്നത് കണ്ടു പഠിക്കണം കുട്ടികൾ. അച്ഛനമ്മമാർ സ്വന്തം ബന്ധുക്കളെ സ്നേഹിക്കുന്നത് കണ്ടുപഠിക്കണം. ഭർത്താവിൻ്റെ ബന്ധുക്കളെ ഭാര്യ ബഹുമാനിക്കുക, കുറ്റം പറയാതിരിക്കുക. ഭാര്യ വീട്ടിലുള്ളവരെ ഭർത്താവ് കുറ്റം പറയാതിരിക്കുക. ഇതാണ് നല്ലൊരു ആരോഗ്യകരമായ ബന്ധത്തിന് അത്യാവശ്യം വേണ്ടത്. പരസ്പരം നിന്ദിക്കാതിരിക്കുക. സംസ്കാരഹീനന്മാരാണ് നിന്റെ അച്ഛനും അമ്മയും എന്ന് പറയാതിരിക്കുക. ഇതൊക്കെ പരിശീലിപ്പിക്കേണ്ടതാണ്. നന്മകളെ കാണാൻ പരിശീലിപ്പിക്കേണ്ടതാണ്. എപ്പോഴും നല്ല സങ്കല്പങ്ങൾ, ശുഭസങ്കല്പങ്ങൾ വെച്ച് പുലർത്താൻ പഠിപ്പിക്കേണ്ടതാണ്. അത് അച്ഛനമ്മമാരിൽ നിന്നാണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഭഗവാന്റെ പത്നിമാരുടെ ആ ഒരു നിറവ് സംതൃപ്തി ഒന്ന് കണ്ടുപഠിക്കാം നമുക്ക്, അല്ലേ? ഒരു മാതൃകയാക്കാം എന്ന് പറയാം. അപ്പം നമുക്ക് തുടരാം. ജാമ്പവതിയുടെ കഴിഞ്ഞു. ഇനി കാളിന്തിയുടെ മറുപടിയാണ് ദ്രൗപദിയോട്. കാളിന്തി താനും ഭഗവാനുമായിട്ട് എങ്ങനെയാണ് വിവാഹവും ബന്ധവും എല്ലാം പറയണം, ചുരുക്കിയ പറയണം. കാളിന്ത്യുവാച തപശ്ചരന്തീമാജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യാഗ്രഹീത് പാണിം യോഹം തദ്ഗൃഹമാർജനീ. കാളിന്ത്യുവാച തപശ്ചരന്തീമാജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യാഗ്രഹീത് പാണിം യോഹം തദ്ഗൃഹമാർജനീ. ഞാൻ മുമ്പേ പറഞ്ഞു, ഇവരുടെയൊക്കെ വിവാഹ കഥകൾ മുമ്പേ വിസ്തരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി അതിനെ ചുരുക്കി അവതരിപ്പിക്കുന്നത്. അപ്പോൾ കാളിന്തിയുടെ വിവാഹത്തെക്കുറിച്ച് ചുരുക്കി കാളിന്തിയുടെ വാക്കുകളായിട്ട് പറയുകയാണ്. കാളിന്തി വാച തപഃ ചരന്തീം ആജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യാ ഉപേത്യ അഗ്രഹീത് പാണിം
യഹ അഹം തദ്ഗൃഹമാർജനീ. സ്വപാദസ്പർശനാശയാ തപഃ ചരന്തീം ആജ്ഞായ. സ്വപാദസ്പർശനാശയ, ഭഗവാന്റെ പാദത്തെ സ്പർശിക്കുവാൻ ആശിച്ചുകൊണ്ട് തപഃ ചരന്തീം ആജ്ഞായ, തപസ്സിനെ ചരിക്കുന്നവളാണെന്ന് എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്. ഇതാണ് ഭഗവാൻ മനസ്സിലാക്കണം. എന്റെ പാദസേവ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവൾ തപസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട്. നമ്മൾ കാളിന്തിയുടെ വിവാഹരംഗം അല്ലെങ്കിൽ വിവാഹത്തിന്റെ സന്ദർഭം കണ്ടിരുന്നു അല്ലേ? ഒരിക്കൽ ഭഗവാനും അർജുനനുമായിട്ട് നായാട്ടിനൊക്കെ പോയിട്ട് വന്ന് കാളിന്തി തീരത്ത് വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിക്കുന്ന അല്ലെങ്കിൽ ഉലാത്തുന്നതായിട്ടുള്ള സമയത്ത് അങ്ങ് ദൂരെ ഒരു യുവതി ധ്യാനനിരതയെന്ന പോലെ ഇരിക്കുന്നത് കണ്ടു. ഭഗവാൻ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ അർജുനനോട് പറഞ്ഞു, അവിടെ ആരോ എന്തോ ചെയ്യുന്നു, ഒന്ന് ചെന്ന് അന്വേഷിക്കൂ, അവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന്, അവരെന്താ ചെയ്യണമെന്നൊന്ന് നോക്കിയിട്ട് വരൂ എന്ന് ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു. അർജുനൻ വളരെ കൗതുകത്തോടുകൂടെ അവിടേക്ക് ചെന്നു. നല്ല സുന്ദരിയായിട്ടുള്ളൊരു യുവതി തപസ് ചെയ്യുന്നു. അവളോട് വിളിച്ച് ചോദിച്ചു, നീ ആരാ, നീ എന്ത് ചെയ്യുക, എന്താ നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിച്ചതായിട്ടുള്ള സമയത്ത് അവൾ പറഞ്ഞു, ഞാൻ സൂര്യപുത്രിയാണ്, യമുനയാണ്, കാളിന്തിയാണ്, ഞാൻ ഭഗവാൻ വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ തപസ്സനുഷ്ഠിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ അർജുനൻ നിരാശനായി തിരിച്ചു പോന്നു. കാരണം ഏതോ വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാനായിട്ട് തപസ് ചെയ്യണം അവള്. തൻ്റെ കൂടെയുള്ള കൃഷ്ണൻ വിഷ്ണുവാണെന്ന് അർജുനന് തോന്നിയില്ല. അങ്ങനെ അർജുനൻ തിരിച്ചു വന്ന് ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാ അവളെ കൂട്ടു, നമുക്ക് ഏട്ടനോട് ചോദിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കൂട്ടി ഭഗവാൻ രഥത്തിൽ കയറ്റിക്കൊണ്ട് യുധിഷ്ഠിരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അർജുനും ഭഗവാനും കൂടി അങ്ങനെ ഒരു സ്ത്രീ കാളിന്തിയാണെന്ന് പറയണു, അവിടെ ഇരുന്നു കൊണ്ട് തപസ് അനുഷ്ഠിക്കുന്നു, വിഷ്ണുവിനെ ഭർത്താവായി കിട്ടണമെന്ന് പറയണു, രാജാവായ ഏട്ടൻ സഹായിക്കണം എന്ന് രണ്ടുപേരും കൂടി പറഞ്ഞു. അപ്പോഴാണ് യുധിഷ്ഠിരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, വിഷ്ണുവിനെയല്ലേ അവൾ ആഗ്രഹിച്ചത് വിവാഹം കഴിക്കാൻ, എന്നാ കൃഷ്ണൻ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? വിഷ്ണുവും കൃഷ്ണനും രണ്ടല്ല എന്നറിയുന്ന ആളാണ് യുധിഷ്ഠിരൻ. അർജുനൻ വായം പൊളിച്ച് നിൽക്കുകയാണ് അവിടെ അല്ലേ. അർജുനനൊന്നും പിടികിട്ടിയില്ല. ഏട്ടൻ പറഞ്ഞു കൃഷ്ണൻ അവള് കൊണ്ടുപോക്കോളാൻ. അങ്ങനെ കൃഷ്ണൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവളെ വിവാഹം കഴിച്ചു എന്ന് കഥ. അപ്പം ഞാൻ ഭഗവാന്റെ പാദസേവ ചെയ്യുവാൻ വേണ്ടിയാണ് തപസ്സനുഷ്ഠിക്കുന്നത് എന്ന് സർവ അന്തര്യാമിയായ എല്ലാവരുടെയും ഹൃദയമറിയുന്ന ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ സഖ്യാ ഉപേത്യ, സഖിയായ അർജുനനോടുകൂടി സമീപിച്ച് പാണിം അഗ്രഹീത്, എൻ്റെ പാണിഗ്രഹണം ചെയ്തു, എന്നെ വിവാഹം കഴിച്ചു. യഹ അഹം തദ്ഗൃഹമാർജനി, ഏതൊരു ഈ ഞാനാണോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്താ പറയുക ശുചീകരണ തൊഴിലാളിയാവാനാണ് ആഗ്രഹിക്കുന്നത്. ഗൃഹത്തിൻ്റെ മാർജനി, മാർജനം ചെയ്യാന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക, തുടയ്ക്കുക എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ശുദ്ധീകരിക്കാൻ, അദ്ദേഹത്തിന്റെ ഗൃഹം ശുദ്ധീകരിക്കാൻ മാത്രം യോഗ്യതയുള്ളവളാണ് ഞാൻ. അങ്ങനെ ഗൃഹദാസിയായിരിക്കേണ്ട എനിക്ക് അദ്ദേഹത്തിന്റെ മഹിഷി സ്ഥാനം കിട്ടിയിരിക്കണു, അദ്ദേഹത്തിന്റെ പത്നി സ്ഥാനം കിട്ടിയിരിക്കണു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു കാരുണ്യം തന്നെയാണ് എന്ന് എടുത്തു പറയുകയാണ്. ഇനിയും എത്ര ജന്മങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഗൃഹമാർജിനിയായാൽ മതി എനിക്ക് എന്ന മട്ടിലാണ് ഇവിടെ കാളിന്തിയുടെ മറുപടി. അപ്പോൾ ഞാൻ ഭഗവാനെ പാദസ്പർശം ചെയ്യാൻ, പാദസേവ ചെയ്യാൻ ആഗ്രഹിച്ചു. എല്ലാം അറിഞ്ഞ ഭഗവാൻ അവിടേക്ക് വന്നു, എന്നെ പ്രാണിഗ്രഹണം ചെയ്തു. ഞാൻ അദ്ദേഹത്തിന്റെ ദാസി മാത്രമാണ് എന്ന് പറയാം. തപശ്ചരന്തീമാജ്ഞായ സ്വപാദസ്പർശനാശയ സഖ്യോപേത്യാഗ്രഹീത് പാണിം യോഹം തദ്ഗൃഹമാർജനീ. മിത്രമിന്ദ ഉവാച യോ മാം സ്വയംവര ഉപേത്യ വിജിത്യ ഭൂപാൻ നിന്നേശ്വയൂദകമിവാത്മബലിം ദ്വിപാരിഃ
ഭ്രാതൃംശ്ച മേ അപകുരുത സ്വപുരം ശ്രിയയോഗഃ തസ്യാസ്തു മേ അനുഭവമംഗ്ര്യവനേ ജനത്വം. മിത്രവിന്ദോവാച യോ മാം സ്വയംവര ഉപേത്യ വിജിത്യ ഭൂപാൻ നിന്നേ സ്വയൂതകമിവാത്മബലിം ദിപാരിഃ ഭ്രാതൃംശ്ച മേപകുരുത സ്വപുരം ശ്രിയയോഗഃ തസ്യാസ്തു മേ അനുഭവമംഗ്ര്യവനേ ജനത്വം. തസ്യ അസ്തു മേ അനുഭവം അംഗ്ര്യവനേ ജനത്വം. തസ്യമേ അങ്ങനെയുള്ള തസ്യാഹ മേ അങ്ങനെയുള്ളവളായ എനിക്ക് അസ്തു ഭവിക്കട്ടെ. എന്ത് ഭവിക്കട്ടെ? അനുഭവം അംഗ്ര്യവനേ ജനത്വം. അനുഭവം എന്ന് പറഞ്ഞാൽ ഭവം തോറും, ഭവം എന്ന് പറഞ്ഞാൽ ജന്മം. അപ്പൊ ഇനിയും ഓരോ ജന്മത്തിലും അനുജന്മം വരുന്ന ജന്മങ്ങളിലെല്ലാം ജന്മജന്മാന്തരേപി അംഗ്ര്യവനേജനത്വം അസ്തു. ഭഗവാന്റെ അംഗ്രിയെ അവനേജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴുകുക, ഭഗവാന്റെ കാല് കഴുകി കൊടുക്കാനുള്ള പാദപ്രക്ഷാളന കർമ്മം ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ജന്മജന്മാന്തരങ്ങളിലും ഭവിക്കട്ടെ അസ്തു. ഇതാണ് പ്രാർത്ഥന. അപ്പൊ അത് അവസാനത്തെ വരിയിലാണ് ഈ പ്രാർത്ഥന. ആദ്യത്തെ 3 വരിയിൽ തന്റെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണ്. മിത്രവിന്ദ ഉവാച, മിത്രവിന്ദ പറയുന്നു, യോ മാം സ്വയംവരേ ഉപേത്യ, എന്റെ സ്വയംവരം എന്റെ ജ്യേഷ്ഠന്മാര് അച്ഛനമ്മമാര് എല്ലാവരും കൂടി നിശ്ചയിച്ച് നടത്തുകയായിരുന്നു. ആ സമയത്ത് സ്വയംവര അവസരത്തിൽ സ്വയംവരേ ഉപേത്യ ഭഗവാൻ വന്നിട്ട് വിജിത്യ ഭൂപാൻ വിജിത്യ, അന്ന് ഭഗവാൻ എന്നെ സ്വയംവരം ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് രാജാക്കന്മാരെല്ലാം ഭഗവാനെ തടഞ്ഞു, ഭഗവാനോട് യുദ്ധം ചെയ്തു, അവരെയൊക്കെ ജയിച്ചു. ഭൂപാൻ വിജിത്യ, എന്റെ സഹോദരന്മാരടക്കം. മിത്രവിന്ദയുടെ സഹോദരന്മാരായിരുന്നു വിന്ദാനുവിന്ദന്മാർ, അവന്തി ദേശത്തെ രാജകുമാരന്മാരായിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അച്ഛൻ പെങ്ങള് രാജാതിദേവി, ആ രാജാതിദേവിയുടെ മകളാണ് മിത്രവിന്ദ. അപ്പോൾ ആ രാജാതിദേവിയുടെ തന്നെ മക്കളായ ആൺകുട്ടികൾ വിന്ദനും അനുവിന്ദനും ശിശുപാലന്റെയൊക്കെ കൂട്ടായതുകൊണ്ട് ഭഗവാനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭഗവാൻ തന്റെ അനിയത്തെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന ഇഷ്ടമില്ലാതെ വിന്ദാനുവിന്ദന്മാരും രാജാക്കന്മാരും കൂടി ഭഗവാനെ എതിർത്തു. എന്നാൽ ഭഗവാൻ എല്ലാവരെയും തോൽപ്പിച്ചതാണ്. ഭൂപാൻ വിജിത്യ. അപ്പൊ സ്വയംവരത്തിൽ ആരാണോ വന്നിട്ട് രാജാക്കന്മാരെ ജയിച്ച് നിന്യേ എന്ന് പറഞ്ഞാൽ മാം നിന്യേ, എന്നെ നയിച്ചു, എന്നെ കൊണ്ടുപോയി. എവിടേക്ക്? സ്വപുരം എന്ന് പറയുന്നുണ്ട്. സ്വപുരത്തിലേക്ക് കൊണ്ടുപോയി, ദ്വാരകാപുരിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഏതുപോലെ? സ്വയൂതകം ആത്മബലിം ഇവ, സ്വയൂതകം ആത്മബലിം ദിപാരിഹി ഇവ. ഇവിടെ ഭഗവാനെ ദിപാരി എന്ന് വിശേഷിപ്പിച്ചു. ദിപാരി എന്ന് പറഞ്ഞാൽ ആരാണ്? സിംഹം തന്നെ. ദീപം എന്ന് പറഞ്ഞാൽ ആരാ? ആന അല്ലേ? എന്താ ദ്വീപം എന്ന് പറയാൻ കാരണം? 2 പ്രാവശ്യമായിട്ട് പാനം ചെയ്യുന്നത് കൊണ്ട്. ദ്വാഭ്യാം പിബതി, തുമ്പിക്കൈ കൊണ്ട് ആദ്യം വെള്ളം കുടിക്കും, പിന്നീട് വായിലേക്ക് ഒഴിക്കും. പാവം. നാളെ അവിടെ ഒരു വീഡിയോയിൽ കണ്ടു, നമ്മുടെ ഏതോ കാട്ടില് ഒരു കുട്ടി ആനയുടെ തുമ്പിക്കൈ മുറിഞ്ഞു പോയിരിക്കണു. അങ്ങനെ തന്നെ തുമ്പിക്കൈ ഇല്ല. അപ്പൊ അതിന് പാവം വെള്ളം കുടിക്കാൻ നായും പൂച്ചയൊക്കെ വെള്ളം കുടിക്കുന്ന പോലെ ഇങ്ങനെ കുടിക്കണം, മുട്ടുകുത്തി നിന്ന് വെള്ളം കുടിക്കണം. എന്തെങ്കിലും എടുക്കണമെങ്കിലൊന്നും പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അമ്മ അതിനെ വായിലൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഭക്ഷണങ്ങളൊക്കെ. ഇനി വലുതായാലും എന്ത് ചെയ്യും? പാവം. അപ്പോൾ എത്ര സൗകര്യമായിരുന്നു ആനയ്ക്ക് തുമ്പിക്കൈ അല്ലേ? അത് ഇല്ലാത്തപ്പോൾ അതിൻ്റെ വില അറിയുള്ളൂ, ഉള്ളപ്പോൾ ഒന്നും അറിയില്ല. അപ്പം എങ്ങനെ മുറിഞ്ഞു പോയതാണ്. എവിടെയോ
എന്തിലോ പെട്ടിട്ട്. ഏത് അപകടത്തിൽപ്പെട്ടിട്ടാണ് മുറിഞ്ഞു പോയതെന്നറിയില്ല. തീരെ തുമ്പിക്കൈ ഒട്ടുമില്ലാത്ത ഒരു ആനക്കുട്ടി. പാവ, അത് ദിപമല്ല അല്ലേ? ദിപം എന്ന പേരിന് അത് അർഹതയില്ലാത്ത ആനക്കുട്ടിയായിപ്പോയി. ദിപം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമായിട്ട് പാനം ചെയ്യുന്നത്. ദ്വാഭ്യാം പിബതി, വെള്ളം തുമ്പിക്കൈയിലെടുത്ത് പിന്നെ വായിലേക്ക് വെക്കുന്നു. അപ്പൊ അതിന്റെ അരി ആരാണ്? ആനയ്ക്ക് ശത്രു ആരാണ്? സിംഹം. ആനയെ സിംഹമാണ് വേട്ടയാടി അല്ലെങ്കിൽ ചാടി വധിക്കുക, മസ്തകത്തിൽ അടിച്ച് കൊല്ലുക. അപ്പോൾ ദ്വിപാരി ഭഗവാനെ വിശേഷിപ്പിച്ചതാണ് ദ്വിപാരി. ഭഗവാനെ കുറിച്ച് ശ്രീയൗഗഹ യഹ എന്നും പറഞ്ഞിട്ടുണ്ട്. ശ്രീയൗഗഹ, ശ്രീ ഓകസ്സായിരിക്കുന്നത് ആരാണോ അവൻ. ഓകസ് എന്ന് പറഞ്ഞാൽ വാസസ്ഥാനം. അപ്പൊ ശ്രീയുടെ വാസസ്ഥാനം ആരാണോ അവൻ ശ്രീയൗഗഹ. ശ്രീനിവാസ, ശ്രീനികേതന, അത് തന്നെയാണ് അർത്ഥം. മറ്റൊരു പദമാണ് ശ്രീയൗഗഹ. ശ്രീ ഓകസ്സായിരിക്കുന്നവൻ, ലക്ഷ്മി ദേവിക്ക് വാസസ്ഥാനമായിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ആ ശ്രീയൗഗഹ യഹ എന്നെ സ്വയംവരത്തിൽ വന്ന് ഭൂപന്മാരെ അപഗുരുത മേ ഭ്രാതൃൻ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ദ്വിപാരിഹി ഭ്രാതൃംശ്ച മേ അപഗുരുത. അപഗുരുത, അപകാരത്തെ ചെയ്യുന്ന, ഉപദ്രവിക്കുന്ന എന്റെ സഹോദരന്മാരെ അടക്കം വിജിത്യ സ്വയൂതകം ആത്മബലിം ദ്വിപാരിഹി ഇവ. സ്വയൂതകം എന്ന് പറഞ്ഞാൽ നായ്ക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോയതായിട്ടുള്ള ആത്മബലിം, തൻ്റെ ഭക്ഷണത്തെ. ഒരു മാനിനെയോ വേറെ ഏതെങ്കിലും ജന്തുക്കളെയോ സിംഹം ഇരയായിട്ട് പിടിക്കാൻ പോകുമ്പോൾ അതിനെ ചെന്നായ്ക്കളും മറ്റുമൊക്കെ വളയും അല്ലേ? കഴുതപ്പുലികൾ, ചെന്നായ്ക്കൾ ഒക്കെ മാനിനെ പോലെയുള്ള മൃഗങ്ങളെ വളയും. സിംഹം അതിനെ പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ സിംഹം ഭയപ്പെടുവോ? അയ്യോ, ചെന്നായ്ക്കൾ വന്നിരിക്കണു അല്ലെങ്കിൽ കഴുതപ്പുലികൾ വന്നിരിക്കണു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പോവില്ല. ധൈര്യസമേതം ഏകനായ സിംഹം ചെന്ന് ഇത് എൻ്റെ ഇരയാണ്, എൻ്റെ ഭക്ഷണമാണ് എന്ന് പറഞ്ഞ് ഏത് നായ്ക്കളുടെ നടുവിൽ നിന്നും വലിച്ച് പിടിച്ച് കൊണ്ടുപോകും. അതാണ് ഇവിടെ സ്വയൂതകം ആത്മബലിം. നായ്ക്കളുടെ കൂട്ടത്തിൽ യൂതത്തിൽ ഗമിച്ചതായിട്ടുള്ള സ്വന്തം ബലിയെ, സ്വന്തം ഇരയെ ഒരു ദ്വിപാരി, ഒരു സിംഹം എന്ന പോലെ വീരനായിട്ട് സ്വപുരം മാം നിന്നെ, തന്റെ പുരത്തിലേക്ക്, ദ്വാരകയിലേക്ക് എന്നെ നയിച്ചു. അങ്ങനെയുള്ള എനിക്ക് തസ്യ അംഗ്രിയവനേചനത്വം അനുഭവം അസ്തു. അംഗ്രിയവനേചനം, ഭഗവാന്റെ പാദപ്രക്ഷാളനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഭവം തോറും അനുഭവം, ഇനി വരുന്ന ജന്മങ്ങളിലൊക്കെ ആ ഭാഗ്യം ലഭിക്കട്ടെ എന്നാണ്. അപ്പോൾ എൻ്റെ സഹോദരന്മാരടക്കമുള്ള ശത്രുക്കളെ അപകാരം ചെയ്യുമ്പോൾ അവരെ എതിരിട്ട് ജയിച്ച് സ്വയംവരത്തിൽ വെച്ച് എന്നെ ഒരു സിംഹം എങ്ങനെയാണോ നായ്ക്കളുടെ നടുവിൽ നിന്ന് തൻ്റെ ഇരയെ കൊണ്ടുപോകുന്നത്, അതുപോലെ എന്നെ കൊണ്ടുപോയി സ്വപുരത്തിലേക്ക് കൊണ്ടുപോയി ആ ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പാദ പ്രക്ഷാളനം ചെയ്യാനുള്ള യോഗം എനിക്ക് ജന്മജന്മാന്തരങ്ങളിലും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. യോ മാം സ്വയംവര ഉപേത്യ വിജിത്യ ഭൂപാൻ നിന്നെ സ്വയൂതകം ഇവ ആത്മബലിം ദ്വിപാരിഹി ഭ്രാതൃംശ്ച മേ അപകുരുത സ്വപുരം ശ്രിയൗഗഃ തസ്യാസ്തു മേ അനുഭവമംഗ്ര്യവനേജനത്വം. സത്യോവാച സപ്തോക്ഷണോതിബലസുതീക്ഷ്ണശൃംഗാൻ പിത്രാകൃതാൻ ക്ഷിതിപവീര്യപരീക്ഷണായ താൻ വീരദുർമദഹനസ്തരസാ നിഗൃഹ്യ ക്രീഡൻ ബബന്ധഃ യദാ ശിശവോചതോഗാൻ യയിത്തം വീര്യശുൽകാം മാം ദാസീഭിഃ ചതുരംഗിണീം പതിനിർജിത്യ രാജന്യാൻ നിന്നീ തദ്ദാസ്യ വസ്തു മേ. സത്യോവാച സപ്തോക്ഷണോതിബലസുതീക്ഷ്ണശൃംഗാൻ പിത്രാകൃതാൻ ക്ഷിതിപവീര്യപരീക്ഷണായ താൻ വീരദുർമദഹനസ്തരസാ നിഗൃഹ്യ
ക്രീഡൻ ബബന്ധഃ യദാ ശിശവോജതോഗാൻ യയിത്വം വീര്യശുൽകാം മാം ദാസീഭിശ്ചതുരംഗിണീം പഥി നിർജിത്യ രാജന്യാൻ നിന്നേ തദ്ദാസ്യമസ്തു മേ. സത്യ ഉവാച. സത്യ അഥവാ നഗ്നജിതി, നഗ്നജിത്തു രാജാവിന്റെ മകള് കൗസല്യ എന്ന് പറയുന്നതും ഇവൾ തന്നെയാണ്. കോസല ദേശത്തിന്റെ രാജാവായിരുന്നു നഗ്നജിത്ത്. അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ട് നഗ്നജിതി എന്നും ശരിക്കുള്ള പേര് സത്യ എന്നും. അല്ലേ? അവളുടെ വിവാഹ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഈ സത്യയ്ക്ക് കൃഷ്ണനെ തന്നെ വേണം ഉള്ള സങ്കല്പം കൊണ്ട് വേറെ പലരും വന്ന് സത്യയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു വന്നപ്പോൾ രാജാവ് ഒരു മത്സരം വെച്ചു. തന്റെ 7 കൂറ്റൻ കാളകളെ ആരാണോ ഒരേ സമയത്ത് ബന്ധിക്കുന്നത് അവന് വീരശുൽക്കമായിട്ട്, അവന്റെ ശക്തി പ്രകടിപ്പിച്ചതിന് പ്രതിഫലമായിട്ട് തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം ഒരു മത്സരം വെച്ചു. അതിൽ വന്ന് രാജാക്കന്മാരെല്ലാം അഹങ്കാരം ശമിച്ച് പരാജയപ്പെട്ടു പോയി. അവിടെയാണ് ഭഗവാൻ വന്ന് ഈ 7 കാളകളെയും കളിപ്പാവകളെ പോലെ കെട്ടിവലിച്ചുകൊണ്ട് നടന്ന്, കൊച്ചുകുട്ടികൾ എങ്ങനെ കളിപ്പാവകളെ കളിപ്പിക്കുമോ അതുപോലെ ഈ 7 കാളകളെയും ബന്ധിച്ച് എന്നെ നയിച്ചു കൊണ്ടുപോയി സ്വപുരത്തിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് രാജാക്കന്മാരൊക്കെ യുദ്ധത്തിന് വന്നു. വഴിയിൽ അവരെയൊക്കെ ജയിച്ചിട്ടാണ് ഭഗവാൻ എന്നെ കൊണ്ടുപോയത്. അങ്ങനെയുള്ള ഭഗവാന്റെ ദാസ്യമസ്തുമേ, തദ്ദാസ്യമസ്തുമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് കഥ പറഞ്ഞു നിർത്തുന്നത്. തദ്ദാസ്യം അസ്തുമേ, ആ ഭഗവാന്റെ ദാസ്യഭാവം എനിക്കുണ്ടാവട്ടെ, ആ ഭഗവാന്റെ ദാസിയായി തീരട്ടെ. എല്ലാ ജന്മങ്ങളിലും അദ്ദേഹത്തിന് ദാസ്യം ചെയ്യാൻ എനിക്ക് യോഗം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്താ പറയണത്? സത്യാവാച. സത്യാദേവി പറയുകയാണ്, സപ്ത ഉക്ഷണഃ സപ്തോക്ഷണഃ. എന്താ സപ്തോക്ഷണം? 7 കാളകൾ, 7 കാളകളെ എന്നാണ്. അപ്പൊ സപ്തോക്ഷണ അതിബല സുതീക്ഷ്ണ ശൃംഗാൻ. ആ കാളകൾ എങ്ങനെയുള്ളതാണ്? ഉക്ഷണങ്ങൾ എങ്ങനെയുള്ളതാണ്? അതിബലമുള്ളതും സുതീക്ഷ്ണ ശൃംഗങ്ങളുള്ളതും, നല്ല മൂർച്ചയേറിയ കൊമ്പുള്ളതും നല്ല ബലമുള്ളതുമായിട്ടുള്ള ശക്തിയുള്ളതായിട്ടുള്ള കാളകളായിരുന്നു. ആ കാളകളെ പിത്ര ക്ഷിതിപ വീര്യപരീക്ഷണായ കൃതാൻ. പിത്ര മമ പിത്ര, എന്റെ പിതാവായ നഗ്നചിത്ത് രാജാവിനാൽ ക്ഷിതിപ വീര്യ പരീക്ഷണായ കൃതാൻ. ക്ഷിതിപന്മാര് രാജാക്കന്മാര്, ഭൂമിയെ പരിപാലിക്കുന്നവർ. അവരുടെ വീര്യം, അവരുടെ ശക്തി, പരാക്രമം അതിനെ പരീക്ഷണായ കൃതാൻ, പരീക്ഷിക്കുവാനായിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ടത്, എന്റെ പിതാവിനാൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള താൻ അവയെ അവരെങ്ങനെയുള്ളതാണ്? വീരദുർമദഹനഃ. ആ കാളകളെ ഒന്നുകൂടെ വിശേഷിപ്പിച്ചതാണ് വീരദുർമദഹനഃ. എന്താ വീരദുർമദഹനഃ? വീരന്മാരുടെ ദുർമതത്തെ ഹനിക്കുന്നവയാണവ. എത്ര ശക്തന്മാരാണെങ്കിലും അവരുടെ അഹങ്കാരത്തെ തീർത്തു കൊടുക്കുന്നതാണ് ഈ കാളകൾ. അപ്പൊ കാളകളെ വിശേഷിപ്പിച്ചു വീരന്മാരുടെ ദുർമതത്തെ, അഹങ്കാരത്തെ, കൊഴുപ്പിനെ ഹനിക്കുന്നവർ. ഹനഹ എന്ന ബഹുവചനമാണ് 7 കാളകളെ. അപ്പോ വീരദുർമദഹനഃ താൻ സപ്തൗക്ഷണഃ എന്ത് ചെയ്തു? തരസ നിഗൃഹ്യ. തരസ എളുപ്പത്തിൽ, പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട് നിഗൃഹ്യ നിതരാം ഗ്രഹണം കൃത്വ, നന്നായി ബന്ധിച്ചിട്ട് എന്നർത്ഥം. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണ്, കൊല്ലുക എന്നും ബന്ധിക്കുക എന്നും. ഇവിടെ ബന്ധിക്കലാണ് ചെയ്ത്. അവയെ ബന്ധിച്ചിട്ട് യഥാ ശിശവോ അജതോകാൻ ബബന്ധ തഥാ ക്രീഡൻ. എപ്രകാരമാണോ ശിശവഃ കുട്ടികള് അജതോകാൻ ക്രീഡൻ ബബന്ധ. അജതോകങ്ങൾ, അജം ആടാണ്, തോകങ്ങൾ കുട്ടികളാണ്. അപ്പൊ ആട്ടിൻ കുട്ടികളെ മറ്റു മനുഷ്യക്കുട്ടികൾ കളിക്കാൻ വേണ്ടി ബന്ധിച്ച് വലിച്ചുകൊണ്ട് നടക്കും, ക്രീഡിക്കാനായിക്കൊണ്ട്. അതാണ് ക്രീഡൻ ബബന്ധ.
അതുപോലെ ഭഗവാനും ക്രീഡയായിട്ടാണ് ഈ 7 കാളകളെയും ബന്ധിച്ചത്. എന്നിട്ട് 7നെയും കൊച്ചുകുട്ടികൾ ആട്ടിൻകുട്ടികളെ വലിച്ചു നടക്കും പോലെ നടന്നു, അവരെ അടക്കി എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ആ 7 കാളകളെയും ബന്ധിച്ചു എന്ന് മാത്രമല്ല, യഹ ഇത്തം വീര്യശുൽക്കാമാം ദാസീഭിഹി ചതുരംഗിണീം പതി നിർജിത്യ രാജൻ ഞാൻ നിന്നി. അപ്പൊ യഹ നിന്നി, ആരാണോ എന്നെ നയിച്ചു കൊണ്ടുപോയത് എവിടേക്ക്? സ്വന്തം പുരത്തിലേക്ക്. എങ്ങനെ? പതി രാജന്യാൻ നിർജിത്യ, വഴിയിൽ വന്ന രാജാക്കന്മാരെയൊക്കെ ജയിച്ചിട്ട്, രാജാക്കന്മാർ യുദ്ധത്തിനായിട്ട് വന്നു, അവരെയൊക്കെ ജയിച്ചിട്ട്. അപ്പൊ ആരോട് കൂടിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്? ദാസീബിസ് ചതുരംഗിണിയും വീര്യശുൽക്കാം മാം. ചതുരംഗിണി എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള അംഗങ്ങളോടുകൂടിയ 4 വിധ സേനകളോട്, ആന, തേർ, കാലാൾ, കുതിര പടയോടും ദാസികളോടും കൂടിയതായിട്ടുള്ള വീര്യശുൽക്കയായ എന്നെ. വീര്യശുൽക്ക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വീര്യം പ്രകടിപ്പിച്ച് അതിന് ശുൽക്കം അഥവാ പ്രതിഫലമായിട്ട് കിട്ടിയതായിട്ടുള്ള എന്നെയും കൊണ്ട് അദ്ദേഹം പോകുമ്പോൾ രാജാക്കന്മാർ അദ്ദേഹത്തെ വഴിയിൽ എതിർത്തു, അവരെയെല്ലാം ജയിച്ച് എന്നെ കൊണ്ടുപോയി. ആ ഭഗവാനുമായിട്ട് മേ ദാസ്യം അസ്തു, എനിക്കെപ്പോഴും ദാസ്യമുണ്ടാവട്ടെ, അത്രയ്ക്ക് എനിക്ക് യോഗ്യതയുള്ളൂ. ആ ഭഗവാൻ അത്രയും വലിയ ആളാണ്. ആ ഭഗവാന്റെ ഭാര്യയായിരിക്കണ്ട, എനിക്ക് ദാസിയായിരുന്നാൽ മതി എന്നാണ് ദേവി പ്രാർത്ഥിക്കുന്നത്. യയിത്തം വീര്യശുൽക്കാം മാം ദാസീഭിശ്ചതുരംഗിണീം പതി നിർജിത്യ രാജന്യാൻ നിന്യേ തദ്ദാസ്യമസ്തു മേ. ഭദ്രോവാച പിതാ മേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ തച്ചിത്താം അക്ഷൗഹിണ്യാ സഖീജനൈഃ അസ്യ മേ പാദസംസ്പർശോ ഭവേത് ജന്മനി ജന്മനി കർമ്മഭിർഭ്രാമ്യമാനായ യേന തച്ഛ്രേയ ആത്മനഃ. ഭദ്രോവാച പിതാ മേ മാതുലേയായ സ്വയമാഹൂയ ദത്തവാൻ കൃഷ്ണേ കൃഷ്ണായ തച്ചിത്താം അക്ഷൗഹിണ്യാ സഖീജനൈഃ അസ്യ മേ പാദസംസ്പർശോ ഭവേത് ജന്മനി ജന്മനി കർമ്മഭിർഭ്രാമ്യമാനായ യേന തച്ഛ്രേയ ആത്മനഃ. ഭദ്രയുടെ വിവാഹം മാത്രമാണ് ഏറ്റവും സുഗമമായിട്ട് നടന്നത്, അല്ലെ? ഒരു പ്രശ്നമില്ലാതെ നടന്നു. കാരണം ഭദ്രയുടെ സഹോദരന്മാര് എതിർത്തില്ല, വിന്ദാനുവിന്ദന്മാരെ പോലെ ആയിരുന്നില്ല. എന്താ അവരുടെ പേര്? പേരോർമ്മ വരില്ല. സുന്ദനും അനുസുന്ദനും അല്ല, സുന്ദൻ, അങ്ങനെ എന്തോ ഒരു പേരാണ് അല്ലേ? അപ്പോൾ എന്തായാലും ആ സഹോദരന്മാരെ എതിർത്തില്ല. എന്തുകൊണ്ട്? മുമ്പിലത്തെ കഥകളൊക്കെ അവർക്ക് മനസ്സിലായി, കണ്ടറിഞ്ഞവരാണ്, ഇനി കൊണ്ടറിയേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് ഒരു എതിർപ്പും ഉണ്ടായില്ല ഭദ്രയ്ക്ക് ഭഗവാനെ വിവാഹം കഴിക്കാൻ. ഭദ്രയുടെ മാതുലേയനാണ് ഭഗവാൻ. മാതുലേയൻ എന്ന് പറഞ്ഞാൽ അമ്മാമന്റെ മകൻ, ഭദ്രയുടെ അമ്മയുടെ സഹോദരനാണ് വസുദേവർ. അപ്പോൾ എൻ്റെ അമ്മാമന്റെ മകനായ ഭഗവാനായിക്കൊണ്ട് മേ പിതാ, എൻ്റെ പിതാവ് സ്വയം ആഹൂയ ദത്തവാൻ, ഭഗവാനെ സ്വയം വിളിച്ചു വരുത്തി ദാനം ചെയ്തു, കന്യാദാനം ചെയ്തു. കാരണം എൻ്റെ മനസ്സ് കൃഷ്ണനിൽ ഉറച്ചിരിക്കുകയാണെന്ന് എൻ്റെ അച്ഛന് മനസ്സിലായി, എൻ്റെ സഹോദരങ്ങൾക്കും മനസ്സിലായി. അവരതിനെ എതിർക്കാൻ തയ്യാറായില്ല. മാതുലേയനെ വിളിപ്പിച്ചു. എന്നിട്ട് ഇവിടെ കൃഷ്ണേ എന്നൊരു സംബോധനയാണ്. നോക്കൂ എന്ത് മനോഹരമായിട്ട്. കൃഷ്ണേ ആരെയാ? പാഞ്ചാലി. അല്ലയോ കൃഷ്ണേ പാഞ്ചാലി, കൃഷ്ണായ ദത്തവാൻ, എന്നെ കൃഷ്ണനായി കൊണ്ട് നൽകി. തച്ചിത്താം, ഇവിടെ പറയുന്നുണ്ട് താൻ ആരാണ്? തച്ചിത്താം, കൃഷ്ണനിൽ ചിത്തമുറപ്പിച്ചവളായ എന്നെ കൃഷ്ണനായി എൻ്റെ അച്ഛൻ കൊടുത്തു. അക്ഷൗഹിണ്യ സഖീജനൈഹി, ഒരു അക്ഷൗഹിണി സൈന്യത്തെയും സമ്മാനമായി കൊടുത്തു എൻ്റെ അച്ഛൻ. സഖീജനങ്ങളോടും കൂടിയിട്ടാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ എന്നെ സേവിക്കാനുള്ള ദാസികളും എൻ്റെ കൂടെ അയച്ചുവിട്ടു. എത്രയോ എണ്ണമില്ലാത്ത ദാസികളെ നൽകി.
ധാരാളം ഒരു അക്ഷൗഹിണി സൈന്യവും നൽകി, സ്ത്രീധനം പോലെ സമ്മാനമായിട്ട്. അങ്ങനെ അദ്ദേഹത്തിൽ മനസ്സ് വെച്ചിരുന്നതായിട്ടുള്ള എന്നെ എൻ്റെ അച്ഛൻ തന്നെ അദ്ദേഹത്തെ വിളിച്ച് വിവാഹം കഴിച്ചു കൊടുത്തു. അദ്ദേഹം എൻ്റെ മാതുലേയനായിരുന്നു. അസ്യമേ പാദസംസ്പർശോ ഭവേ ജന്മനി ജന്മനി കർമ്മബിർ ഭ്രാമ്യമാണായ യേന തശ്രേയ ആത്മനഃ. അപ്പൊ യേന ആത്മനഃ തശ്രേയ, ഏതൊന്നുകൊണ്ട് ആത്മാവിന് അവനവന് ശ്രേയസ്സുണ്ടാകുമോ, മഹത്തായ ശ്രേയസ്സുണ്ടാകുമോ, കൈവല്യം ലഭിക്കുമോ, കർമ്മഭിഹി ഭ്രാമ്യമാണായാഹ മേ, കർമ്മവാസനകളെ കൊണ്ട് ജന്മജന്മാന്തരങ്ങളായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പുനരഭി ജനനം പുനരഭി മരണം ഇങ്ങനെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവളായ മേ ജന്മനി ജന്മനി അസ്യ പാദസംസ്പർശഃ ഭവേത്. ജന്മജന്മാന്തരങ്ങളിലും ഭഗവാന്റെ പാദസേവ ചെയ്യുവാനുള്ള ഭാഗ്യം ഭവിക്കണം. ഭഗവാന്റെ പാദസേവ ചെയ്യലാണ്, പാദങ്ങളോടുള്ള ചർച്ചയാണ് എനിക്ക് വേണ്ടത് ജന്മജന്മാന്തരങ്ങളിലും. എന്തിനു വേണ്ടി? അപ്പോ സംസാര ദുഃഖം ഉണ്ടാവില്ല, ജനന മരണം ഭ്രമം ഉണ്ടാവില്ല. അപ്പൊ ജനനമരണങ്ങളാകുന്ന ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആശ്രയമായിരിക്കുന്നത് ഭഗവാന്റെ പാദാരവിന്ദമാണ്. ആ പാദാരവിന്ദത്തെ സേവിക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യം എനിക്ക് ജന്മജന്മാന്തരങ്ങളിലും ഉണ്ടാകണം. ഇങ്ങനെ ഭദ്ര എന്ന ഭഗവാന്റെ പത്നി അവളുടെ കഥ പറഞ്ഞു. ഇനി ലക്ഷ്മണ തൻ്റെ കഥ പറയാൻ തുടങ്ങുന്നു. ലക്ഷ്മണയുടെ കഥ മുമ്പേ വിസ്തരിച്ചിട്ടില്ല, ചുരുക്കി ഒരു ശ്ലോകം കൊണ്ടേ 58-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വിസ്തരിക്കുകയാണ് ലക്ഷ്മണയുടെ കഥ. അതെന്തുകൊണ്ട്? പാഞ്ചാലിയോടാണ് വിസ്തരിക്കുന്നത്. എന്തിനു വേണ്ടി? പാഞ്ചാലിയുടെ ഗർവം വല്ലതുണ്ടെങ്കിൽ ശമിക്കാൻ വേണ്ടി. കാരണം പാഞ്ചാലിയുടെ ഭർത്താവായ അർജുനൻ ലോകൈക ധനുർധരൻ, വില്ലാളി വീരൻ എന്നൊക്കെയുള്ള അഭിമാനം എല്ലാവർക്കും ഉണ്ട്. അർജുനനുണ്ട്, പാഞ്ചാലിക്കുണ്ട്. എന്നാൽ അതിലും ഒരുപാട് മുകളിലാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയാൽ അർജുനനും പാഞ്ചാലിക്കും വിനയം ഉണ്ടാവും. ഇവിടെ പാഞ്ചാലിക്ക് വിനയം ഉണ്ടാവുന്നുണ്ട്, അർജുനന് കുറച്ചുകൂടി കഴിയും. മഹാഭാരത യുദ്ധകാലത്ത് പോലും അർജുനന് ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന വിനയമേ ഉള്ളൂ, ഭഗവാനോടുള്ള ഒരു സമർപ്പണ ഭാവമുള്ളൂ. പിന്നെ അതിടയ്ക്കിടയ്ക്ക് പൊങ്ങും. പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അർജുനൻ പാകപ്പെടുന്നത്. കാരണം അത്രയ്ക്കും ശക്തിയുള്ള ആൾ തന്നെയാണ് അർജുനൻ. ഈ പൗരുഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ പൗരുഷമുള്ള പുരുഷന്മാര്, ശക്തന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാളുടെ മുമ്പിൽ താഴ്ന്നു കൊടുക്കില്ല. അതൊരു ഗർവം, അവർക്ക് ഒരു പ്രൈഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അതുപോലെ അർജുനൻ കുറേ കാലമെടുക്കുന്നുണ്ട് ഭഗവാന്റെ മുമ്പിൽ പൂർണ്ണമായിട്ടും താൻ നിസാരനാണെന്ന് തിരിച്ചറിയാൻ. എന്തായാലും ലക്ഷ്മണയുടെ കഥയിലേക്ക് വരാം. ലക്ഷ്മണോവാച മമാപിരാജ്ഞച്യുത ജന്മകർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഹി ആസഹ ചിത്തം മുകുന്ദേ കില പദ്മഹസ്തയാ വൃതസ്സു സംമൃശ്യ വിഹായ ലോകപാൻ. ലക്ഷ്മണോവാച മമാപിരാജ്ഞച്യുത ജന്മകർമ്മ ശ്രുത്വാ മുഹുർനാരദഗീതമാസഹ ചിത്തം മുകുന്ദേ കില പദ്മഹസ്തയാ വൃതസ്സു സംമൃശ്യ വിഹായ ലോകപാൻ. രാജ്ഞി എന്ന് പാഞ്ചാലിയെ സംബോധനയാണ്. ഹേ രാജ്ഞി, മമാപി രാജ്ഞി അച്യുത ജന്മ കർമ്മ ശ്രുത്വാ മുഹുഹു നാരദ ഗീതം. മുഹുഹു നാരദ ഗീതം അച്യുത ജന്മകർമ്മ ശ്രുത്വാ. എൻ്റെ രാജ്യത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കും മറ്റുമൊക്കെ നാരദ മഹർഷി വന്ന് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കും. അച്യുതന്റെ ജന്മവും കർമ്മവും
അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായിട്ടുള്ള ഓരോ ലീലകള്, ഇന്ന അസുരന്മാരെ വധിച്ചു എന്നിങ്ങനെയുള്ള കഥകളൊക്കെ വന്ന് നാരദൻ വന്ന് എൻ്റെ അച്ഛനോട് പറയും. അതാണ് ഇവിടെ ഹേ രാജ്ഞി അച്യുത ജന്മകർമ്മ മുഹുഹു നാരദഗീതം ശ്രുത്വ, നാരദനാൽ ഗാനം ചെയ്യപ്പെട്ടത് ശ്രവിച്ചിട്ട് മമാപി ആസഹ ചിത്തം മുകുന്ദേ കില, മമാപി ചിത്തം മുകുന്ദേ ആസ കില, എന്റെ ചിത്തവും മുകുന്ദനിൽ ഉറച്ചതായി പോയി. മുമ്പ് രുക്മിണിയുടെ കഥയിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അപി മമാപി. ഇപ്പൊ രുക്മിണി തന്റെ കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ മനസ്സ് ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് ഉറച്ചുപോയി. അപ്പോഴാണ് എൻ്റെ ഏട്ടൻ എന്നോട് സമ്മതം ചോദിക്കാതെ ശിശുപാലനുമായിട്ട് വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചത്. അപ്പോഴാണ് ഞാനൊരു ബ്രാഹ്മണനെ, സുന്ദര ബ്രാഹ്മണനെ ദൂതനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് അയച്ചത്. ആ ഭഗവാൻ എന്നെ രക്ഷിക്കാനായിക്കൊണ്ട് വിദർഭ രാജ്യത്തേക്ക്, കുണ്ടിനപുരത്തേക്ക് വന്നു. ഇതൊക്കെ മുമ്പേ രുക്മിണി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെയാണ് തനിക്കും നാരദൻ വന്ന് കേട്ടതായിട്ടുള്ള കഥകൾ കൊണ്ട് ഭഗവാന്റെ മഹാത്മ്യം കേട്ട് എൻ്റെ ചിത്തവും ആ മുകുന്ദനിൽ, മോക്ഷദാതാവായ ഭഗവാനിൽ ഉറച്ചുപോയി. ആസഹ കില, ആസ ചിത്തം മുകുന്ദേ ആസ, ആസ എന്ന് പറഞ്ഞാൽ ഭവിച്ചു എന്നർത്ഥം. എൻ്റെ ചിത്തം, മനസ്സ് ഭഗവാനിൽ ഉറച്ചു. കില അപ്പോ പത്മഹസ്തയാ വൃതഃ സുസമൃശ്യ ലോകപാൻ വിഹായ മമാപി ചിത്തം ഭഗവാനിൽ ആസ എന്ന് അന്വയിക്കണം. അപ്പൊ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? പത്മഹസ്തയാ വൃതഃ. പത്മഹസ്ത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി തന്നെ, താമര കയ്യിൽ പിടിച്ചവൾ. അപ്പൊ ലക്ഷ്മി ദേവിയാൽ വരിക്കപ്പെട്ടവനാകുന്നു ഭഗവാൻ. അപ്പൊ സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് സുസമൃശ്യ, സുസമൃശ്യ എന്ന് പറഞ്ഞാല് നല്ലോണം സമ്മർശനം ചെയ്തിട്ട്, സമ്മർശനം ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിയില് ഉരച്ചു നോക്കിയിട്ട്. അപ്പോ സത്സംഗം, നാരദാദികളുമായിട്ടുള്ള സത്സംഗം കൊണ്ട് ഭഗവാനെ കുറിച്ച് അറിയാനുള്ളതായിട്ടുള്ള ഭാഗ്യമുണ്ടായി. ആ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, ലക്ഷ്മീപതി തന്നെയാണ് എന്ന് എനിക്ക് യുക്തി കൊണ്ട് ആലോചിച്ച് നിശ്ചയിക്കാനും സാധിച്ചു. ആ ഭഗവാനെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഞാൻ നല്ലതുപോലെ സുസമൃശ്യ, നന്നായി സമ്മർശനം ചെയ്ത് മനസ്സിലാക്കി. അങ്ങനെ ലോകപാൻ വിഹായ മമ അപി ചിത്തം മുകുന്ദേ ആസഹ. മറ്റ് ലോകപാലന്മാരോ രാജാക്കന്മാരോ അവരെയൊക്കെ വെടിഞ്ഞുകൊണ്ട് ആരുടെ നേരെയും എൻ്റെ മനസ്സ് പോയില്ല. മറ്റ് കേമന്മാരായിട്ടുള്ള ആരെയും ഞാൻ ചിന്തിച്ചതേ ഇല്ല. എൻ്റെ മനസ്സ് ഭഗവാനിൽ ഏകാഗ്രമായി ഉറച്ചു. ഇത് തന്നെയല്ലേ നമുക്കൊക്കെ വേണ്ടത്, അല്ലേ? ഭഗവാനെ കുറിച്ച് കേട്ട് 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 ഈ ഭഗവാൻ ആരാണെന്ന് മനസ്സിലായി. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് മനസ്സിലാക്കി മറ്റുള്ള ആളുകളെയൊക്കെ വെടിഞ്ഞുകൊണ്ട്, എല്ലാ ലോകത്തിലുള്ള സകല ചിന്തകളും വെടിഞ്ഞ് മറ്റ് ആളുകളുടെ പുറകെ പോകാതെ ഭഗവാന്റെ പുറകെ അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറയും പോലെ അനന്യ ചിന്ത, ഭഗവാനിൽ അന്യചിന്ത കൂടാതെ ഭഗവാനെ തന്നെ ഏകാഗ്രമായിട്ട് ഭജിക്കുക. അതാണ് ഇവൾ ചെയ്തത്, ലക്ഷ്മണ ചെയ്തത്. അപ്പൊ ഞാൻ എൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറച്ചു. എന്നിട്ടോ ജ്ഞാത്വാ മമ മതം സാധ്വി പിതാ ദുഹിതൃവത്സലഃ ബൃഹൽസേന ഇതി ഖ്യാതഃ തത്രോപായമചീകരത്. ജ്ഞാത്വാ മമ മതം സാധ്വി പിതാ ദുഹിതൃവത്സലഃ ബൃഹൽസേന ഇതി ഖ്യാതഃ തത്രോപായമചീകരത്. ഹേ സാധ്വി എന്ന് പാഞ്ചാലിയെ സംബോധനയാണ്. അല്ലയോ സാധുവായ പതിവ്രതയായ ദേവി, മമ മതം ജ്ഞാത്വ, ആര്? മേ പിതാ ദുഹിതൃവത്സലഃ,
മമ പിതാ ദുഹിതൃവത്സല, മകളിൽ നല്ല വാത്സല്യമുള്ള ആളാണ്. എന്നോട് പുത്രിയോട് നല്ല സ്നേഹമുള്ള എൻ്റെ അച്ഛൻ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട്, എൻ്റെ മതം ജ്ഞാത്വ, എൻ്റെ നിശ്ചയത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് എനിക്ക് കൃഷ്ണനോടാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ബൃഹൽസേനഃ ഇതി ഖ്യാതഃ. ബൃഹൽസേനൻ എന്ന് പ്രശസ്തനായിട്ടുള്ള എൻ്റെ പിതാവ്. തത്ര ഉപായം അചീകരത്, ഈ വിഷയത്തില് മകളെ കൃഷ്ണന് കൊടുക്കാൻ എന്താണ് ഉപായം എന്ന് ചിന്തിച്ച് തീരുമാനിച്ച് ചെയ്തു. അചീകരത് എന്നുള്ള ചെയ്തു. അപ്പൊ ഉപായം ചെയ്തു. എന്താ ഉപായം ചെയ്തത്? അത് പറയണം അടുത്ത ശ്ലോകത്തില്. യഥാ സ്വയംവരേ രാജ്ഞി മത്സ്യഃ പാർത്ഥേപ്സയാകൃതഃ അയം തു ബഹിരാച്ഛന്നോ ദൃശ്യതേ സജലേ പരം. യഥാ സ്വയംവരേ രാജ്ഞി മത്സ്യഃ പാർത്ഥേപ്സയാകൃതഃ അയം തു ബഹിരാച്ഛന്നോ ദൃശ്യതേ സജലേ പരം. അപ്പോ ഹേ രാജ്ഞി, പാഞ്ചാലിയെ സംബോധന, അല്ലയോ രാജ്ഞിയായ പാഞ്ചാലി, എപ്രകാരമാണോ ദേവിയുടെ സ്വയംവരത്തില് എന്ന് പറയണം. അതാണ് യഥാ സ്വയംവരേ പാർത്ഥേപ്സയ മത്സ്യ കൃതഃ. പാർത്ഥേപ്സയ, പാർത്ഥനാര പ്രതാപുത്രനായ അർജുനൻ, അർജുനനെ ആഗ്രഹിച്ചുകൊണ്ട് ഈപ്സിച്ചുകൊണ്ട് ഇപ്രകാരമാണോ നിന്റെ അച്ഛൻ പാഞ്ചാല രാജാവ് ദ്രുപദ രാജാവ് ഒരു യന്ത്രത്തിൽ കറങ്ങുന്നതായിട്ടുള്ള ഒരു മത്സ്യത്തെ ചെയ്തു. അതാണ് മത്സ്യഃ പാർത്ഥേപ്സയാ കൃതഃ. അത് അർജുനന് മാത്രമേ ഭേദിക്കാൻ കഴിയുള്ളൂ എന്ന് നിശ്ചയിച്ചുകൊണ്ട് അർജുനൻ മാത്രം വന്ന് ജയിക്കാൻ വേണ്ടി പാകത്തില് ഒരു മത്സരം വെച്ചു. വേറെ ആർക്കും അത് ജയിക്കാൻ കഴിയില്ല. അപ്പൊ തന്റെ മകളെ അർജുനന് തന്നെ കൊടുക്കണം എന്നായിരുന്നു ദ്രുപദ രാജാവിന്റെ നിശ്ചയം. അതിനു വേണ്ടിയിട്ട് ആണ് ഈ മത്സരം വെച്ചത്. അങ്ങനെ പാർത്ഥേപ്സയ യഥാ സ്വയംവരേ മത്സ്യഃ കൃതഃ, ദേവിയുടെ സ്വയംവരത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ എന്ന് പറഞ്ഞിട്ട് അയം തു ബഹിരാച്ഛന്നോ ദൃശ്യതേ സ ജലേ പരം. അയം തു ബഹിരാച്ഛന്നഃ, എന്നാൽ ഇവിടെ ആവട്ടെ എൻ്റെ അച്ഛൻ അതിലും ഒന്ന് കൂട്ടിയിട്ടാ വെച്ചത്. അവിടെ ദ്രൗപദിയുടെ അവിടെ ബഹി ആച്ഛന്നമായിരുന്നില്ല. ആ മത്സ്യത്തെ കാണാം, പുറത്തുനിന്ന് കാണാം. ഇവിടെ എൻ്റെ അച്ഛൻ നിർമ്മിച്ചത് ആ യന്ത്രം ബഹി ആച്ഛന്നം, പുറത്തുനിന്ന് നേരെ നോക്കിയാൽ കാണില്ല, മറയുണ്ട്. പിന്നെ എവിടെ കാണാം? ദൃശ്യതേസ ജലേ പരം, താഴെ ഒരു ജലാശയമുണ്ട്. ആ ജലത്തിൽ ആ മറഞ്ഞിരിക്കുന്ന ആ കൂടിനകത്ത് ആവരണത്തിന്റെ അകത്തുള്ള മത്സ്യത്തിന്റെ പ്രതിബിംബം കാണാം. നേരെ നോക്കിയാൽ കാണാത്തതും പ്രതിബിംബം മാത്രം താഴെ ജലത്തിൽ കാണുന്നതുമായിട്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നു എൻ്റെ അച്ഛൻ ചെയ്തത്. അപ്പൊ നിന്റെ അച്ഛൻ ചെയ്തതിനേക്കാൾ, കാരണം എൻ്റെ അച്ഛന് മനസ്സിലായി അർജുനനെ പോലെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോ എൻ്റെ മകളെ അർജുനന് കൊടുക്കാനുള്ളതല്ല, കൃഷ്ണൻ തന്നെ വരണം. അപ്പൊ ഇങ്ങനെ അർജുനനെ വെച്ച പോലൊരു യന്ത്രം വെച്ചാൽ അർജുനൻ വന്ന് ജയിച്ചിട്ട് പോകും. അത് താല്പര്യമില്ല എൻ്റെ അച്ഛന്. കാരണം അർജുനനൊക്കെ കൃഷ്ണന്റെ മുമ്പില് മൂന്നാം കിടയാണ് എന്നുള്ള സൂചനയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിലും ഒരു പടി കൂട്ടിയിട്ടാണ് മത്സരം വെച്ചത്. ജലത്തിൽ പ്രതിബിംബം മാത്രമേ കാണുള്ളൂ. ആ താഴെ നോക്കി പ്രതിബിംബത്തെ നോക്കി മുകളിലുള്ള കറങ്ങുന്ന യന്ത്രം ആവരണം ചെയ്യപ്പെട്ടതിൻ്റെ ഉള്ളിലുള്ള ഈ മത്സ്യത്തെ ഛേദിക്കണം. ഇതാണ് എൻ്റെ അച്ഛൻ വെച്ച മത്സരം. അതാ ശ്രുത്വൈതത് സർവതോ ഭൂപാഹ ആയയുർമത്പിതുഃ പുരം സർവാസ്ത്രശസ്ത്രതത്വജ്ഞാഃ സോപാധ്യായാഃ സഹസ്രശഃ. ശ്രുത്വൈതത് സർവതോ ഭൂപാഃ ആയയുർമത്പിതുഃ പുരം സർവാസ്ത്രശസ്ത്രതത്വജ്ഞാഃ സോപാധ്യായാഃ സഹസ്രശഃ. ഏതത് ശ്രുത്വാ, ഈ വിവരം അറിഞ്ഞിട്ട് ഇങ്ങനെ രാജാവ് ബൃഹൽസേനൻ തന്റെ മകളെ ലക്ഷ്മണയെ വിവാഹത്തിനായി കൊണ്ട് നിശ്ചയിച്ചിരിക്കണു.
ഒരു മത്സരമാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ആ മത്സരത്തിൽ ജയിക്കുന്നവർക്കേ മകളെ കൊടുക്കുള്ളൂ എന്ന് കേട്ട് വില്ലാളി വീരന്മാരായ രാജാക്കന്മാരൊക്കെ അങ്ങോട്ട് എഴുന്നള്ളി. അതാണ് ഏതത് ശ്രുത്വ സർവതഃ, എല്ലാ ദിക്കുകളിൽ നിന്നും സർവാസ്ത്ര ശസ്ത്ര തത്വജ്ഞാഃ, സർവ അസ്ത്രങ്ങളുടെയും ശസ്ത്രങ്ങളുടെയും തത്വം, രഹസ്യം, എല്ലാ പ്രയോഗവും അറിയുന്നവരായിട്ടുള്ള ഭൂപാഹ രാജാക്കന്മാര്, സോപാധ്യായാഹ അവരുടെ ഉപാധ്യായന്മാരോടുകൂടെ എന്ന് പറഞ്ഞാൽ അവരെ ഈ ആയുധവിദ്യകളൊക്കെ പഠിപ്പിച്ച കോച്ചുമാര് കൂടെ ഉണ്ടാവും അല്ലേ. നമ്മുടെ ടീമുകൾ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ പോകുമ്പോൾ അവരുടെ കൂടെ എന്തുണ്ടാവും, കോച്ച് കൂടെ പോകും. വേണ്ടപ്പോ വേണ്ട ഗൈഡൻസ് കൊടുക്കാനായിക്കൊണ്ട് ഏത് തന്ത്രമാണ് പരീക്ഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. എന്നതുപോലെ ഇവിടെയും രാജാക്കന്മാര് വില്ലാളി വീരന്മാരൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ ഉപാധ്യായന്മാരും ഉണ്ടായിരുന്നു. ഉപാധ്യായന്മാർ അവർക്ക് പരിശീലനം കൊടുക്കുന്ന കോച്ചുകൾ. അപ്പൊ അവരോട് കൂടിയിട്ടാണ് വന്നത്. സഹസ്രശഃ ആയിരക്കണക്കിന് രാജാക്കന്മാർ വന്നു. എവിടേക്ക്? മത് പിതുഹു പുരം ആയയുഹു, മത് പിതുഹു എന്റെ പിതാവിന്റെ പുരത്തിലേക്ക് എല്ലാവരും ആയയുഹു ആഗമനം ചെയ്തു വന്നു ചേർന്നു എന്നർത്ഥം. അപ്പൊ എത്രയോ രാജാക്കന്മാർ ഇത് അന്വേഷിച്ച് വരലായി. ഞാനുണ്ടേ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നു. പിത്രാ സംപൂജിതാ സർവേ യഥാ വീര്യം യഥാ വയഃ ആദതു സശരം ചാപം വേദ്ധും പർഷതി മദ്യഃ. പിത്രാ സംപൂജിതാ സർവേ യഥാ വീര്യം യഥാ വയഃ ആദതു സശരം ചാപം വേദ്ധും പർഷതി മദ്യഃ. അപ്പൊ വന്നവരുടെ യോഗ്യത അനുസരിച്ച് എന്റെ അച്ഛൻ അവരെയൊക്കെ സ്വീകരിച്ചു. അതാണ് യഥാ വീര്യം, അവരുടെ വീര്യം, പരാക്രമം, അവരുടെ രാജ്യത്തിന്റെ പ്രൗഢി. യഥാ വയഃ, അവരുടെ വയസ്സ്, പ്രായം, അതൊക്കെ അനുസരിച്ച് സർവേ എല്ലാവരും പിത്രാ സംപൂജിതാഃ, മമ പിത്ര എന്റെ പിതാവിനാൽ സൽക്കരിക്കപ്പെട്ടു. എല്ലാവരെയും സ്വാഗതം ചെയ്ത് എല്ലാവരെയും ബഹുമാനിച്ച് വരവേറ്റു. മദ്യഃ, അവരൊക്കെ എന്നിൽ ബുദ്ധി ഉറച്ചവരാണ്. മദ്യഃ മയ്യേവ ധിയഃ തേഷാം, എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചതായിട്ടുള്ള, എന്നെ കൊണ്ടുപോകണം എന്ന് കരുതി വന്നവരായിട്ടുള്ള അവര് വേദ്ധും പർഷതി സശരം ചാപം ആദതുഹു. വേദ്ധും എന്ന് പറഞ്ഞാൽ മുറിക്കുവാൻ. എന്തിനെ മുറിക്കാൻ? ലക്ഷ്യത്തെ മുറിക്കുവാൻ. പർഷതി, പർഷത് എന്ന് പറഞ്ഞാൽ പരിഷത്ത് തന്നെയാണ് സഭ. ആ സഭയിൽ സശരം ചാപം ആദതുഹു, അമ്പും വില്ലും അവര് എടുത്തു. അമ്പും വില്ലും എടുത്ത് ഈ ലക്ഷ്യത്തെ ഭേദിക്കാനായിക്കൊണ്ട് സഭയിൽ വെച്ച് അവരെല്ലാം പുറപ്പെട്ടു. ആദായ വ്യസൃജൻ കേചിത് സജ്യം കർത്തുമനീശ്വരാഃ ആകോഷ്ഠം ജ്യാം സമുൽകൃഷ്യ പേതുരേകേ യമുനാഹദാഃ. ആദായ വ്യസൃജൻ കേചിത് സജ്യം കർത്തും അനീശ്വരാഃ ആകോഷ്ഠം ജ്യാം സമുത്കൃഷ്യ പേതുരേകേ യമുനാഹദാഃ. കേചിത് ആദായ സജ്യം കർത്തും